രണ്ടാം പിണറായി സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ ആണി നമ്മളടിക്കും, നേമ്പൂരിലടിക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെമ്പാടും 4ാം വാർഷികം ആഘോഷിക്കുന്ന ആഡംബരത്തോടെ ധൂർത്തതോടുകൂടി കോടികൾ വാരി ചെലവാക്കി ആഘോഷിക്കുന്ന ഈ 4ാം വാർഷികം, പിണറായി വിജയന്റെ 4ാം വാർഷികം, ഈ 4ാം വാർഷികം ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാർഷികമാണ്. ഇത് തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള വാർഷികമാണ്. തന്റെ ഫോട്ടോയും ചിത്രങ്ങളും വെച്ച് കേരളത്തിലാകമാനം ഒരു 3ാം പിണറായി സർക്കാർ ഇത് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാപട്യത്തിന്റെ വഞ്ചനയുടെ വാർഷികമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പുതുക്കി നിശ്ചയിക്കുന്നില്ല, അതുപോലെ തന്നെ വികസനം ആകെ മുരടിച്ചിരിക്കുന്നു, സ്തംഭിച്ചിരിക്കുന്നു. പഞ്ചായത്തുകളെല്ലാം നോക്കൂട്ടിയായിരിക്കുന്നു, അവർക്ക് കൊടുക്കേണ്ട ഫണ്ട് കൊടുത്തിട്ടില്ല. എന്ത് നേട്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പും എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയതാണ് നടപടികൾ. കേന്ദ്ര ഗവൺമെന്റാണ് നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് യാതൊരു ബന്ധവുമില്ല. വിഴിഞ്ഞം തുറമുഖത്തിൽ തറക്കല്ലിട്ടതാര, വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി നേടിയതാര? അത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്, UDF സർക്കാരാണെന്ന് ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. കണ്ണൂർ വിമാനത്താവളം ആരുടെ കുഞ്ഞാണ്? അത് UDFന്റെ കുഞ്ഞാണ്. ഉമ്മൻചാണ്ടിയാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതുപോലെ കൊച്ചി മെട്രോ അത് ആരുടേതായിരുന്നു? അത് UDFന്റേതായിരുന്നു. എല്ലാം നമ്മൾ തുടങ്ങി, നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിന്റെ അവസാനം മുഖ്യമന്ത്രിയായി വന്ന പിണറായി വിജയനും LDF ഗവൺമെന്റും അതിന്റെ ഉദ്ഘാടനം നടത്തി. അതിന്റെ പ്രതിത്വം ഏറ്റെടുക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞായി പിണറായി വിജയനും ഇവിടത്തെ ഇടതുപക്ഷ സർക്കാരും മാറിയിരിക്കുകയാണ്. ഈ കേരളത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി, ഈ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, സാധാരണക്കാരന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ആരോഗ്യരംഗത്ത് നാം നേരിടുന്ന പ്രതിസന്ധി പരിഹാരം ഉണ്ടാക്കാൻ, പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ബലവൻ പദ്ധതി പോലും നിർത്തലാക്കിയ പിണറായി വിജയൻ 4ാം വാർഷികം ആഘോഷിക്കുന്നത് ആടിനെ പട്ടിയാക്കുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പിണറായി വിജയന്റെ 4ാം പിണറായി സർക്കാർ ഈ ആഘോഷം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആഘോഷങ്ങൾ നടത്തി. ആഘോഷങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയെങ്കിൽ ഈ 4ാം വാർഷികം ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ നേരിട്ടിരിക്കുന്ന, തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ദൂഷിത വലയം, ആ ദൂഷിത വലയത്തിൽപ്പെട്ടവരെ പോലും അഴിമതിയുടെ ചെളിക്കുള്ളിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ശിവശങ്കരൻ ജയിലിൽ കിടന്ന് 90 ദിവസം. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഏതെങ്കിലും UDF ഗവൺമെന്റ് കാലത്ത് ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ആ ചരിത്രം ഇവിടെ ആവർത്തിച്ചത് ആരാണ്? ആ ചരിത്രം ഇവിടെ സൃഷ്ടിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 90 ദിവസം ജയിലിൽ കിടന്നു. അഴിമതി ആരോപണത്തിന്റെ പേരിൽ, സ്വർണ്ണ കള്ളക്കടത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നില്ലേ? ഇപ്പോൾ KM എബ്രഹാം ജയിലിൽ പോകാൻ പോകുന്നു. അയാളാണ് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു, ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു, മുഖ്യമന്ത്രിയുടെ ഉപദേശകനാണ്, കിഡ്നിയുടെ ചീഫ് എക്സിക്യൂട്ടീവാണ് അദ്ദേഹം. അദ്ദേഹം ജയിലിൽ പോകാൻ പോവുകയാണ്. മകൾ, വീണ്ടും ആവർത്തിക്കുന്നു, മകൾ എന്നാണ് ജയിലിൽ പോകുന്നത് എന്നാണെന്നുള്ളത് ഇനി തീരുമാനിച്ചാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയനും ജയിലിൽ പോകേണ്ട ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് കോൺഗ്രസ് പാർട്ടി പറയുകയാണ്, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഈ മുഖ്യന്റെ മകളും ഈ മന്ത്രിസഭയും നടത്തുന്ന ഈ വാർഷികം അത് വെറും ചാപിള്ളയായ വാർഷികമാണ്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വാർഷികമല്ല, ഇത് കേരളത്തിലെ ജനങ്ങളുടെ പങ്കാളിത്തമുള്ള വാർഷികമല്ല. മറിച്ച് അഴിമതിക്കാരും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരുമായ ഒരു 4 സംഘം നടത്തുന്ന ഈ ആഘോഷം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും. അടുത്തു വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിന് അനുകൂലമായി വിധി എഴുതി ഈ നാണംകെട്ട നാറിപ്പുഴുത്ത അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിനെ എന്നത്തേക്കുമായി അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു ദിവസത്തിന് വേണ്ടി, ഒരു നാളേക്ക് വേണ്ടിയാണ് നാം ഈ പോരാട്ടം നടത്തുന്നത്. ഇന്ന് മലപ്പുറം ജില്ലാ കളക്ടറിലേക്ക് KPCCയുടെ ആഹ്വാനം അനുസരിച്ച് ഈ കളക്ടറിലേക്ക് മാർച്ച് ചെയ്ത കോൺഗ്രസിന്റെ ധീരന്മാരായ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.